നമസ്കാരം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഓരോ ദിവസവും എന്നതുപോലെ ഒരുപക്ഷെ ഈ വിഷയം ഇത്രയധികം ദിവസങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നത് എല്ലാ ദിവസവും പുറത്തു വരുന്ന വ്യാപകമായ തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പാളി എന്നത് പറഞ്ഞുകൊണ്ട് പ്രമുഖരുടെ അടക്കം നടൻ ജയറാമിൻ്റെ അടക്കം വീടുകളിൽ ഈ പാളികൾ കൊണ്ടുപോയി വെച്ച് പൂജ നടത്തി എന്ന് പറയുന്നതാണ്. തൻ്റെ പൂജാമുറിയിൽ അത് 15 മിനിറ്റ് നേരം വെച്ചു എന്ന മാതൃഭൂമി ന്യൂസിലടക്കമുള്ള മാധ്യമങ്ങളോട് ജയറാം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലരിൽ നിന്നായി 35 ലക്ഷം രൂപ തൻ്റെ സഹോദരന് ചെലവായിട്ടുണ്ട് എന്ന് ഒരു ബാംഗ്ലൂർ വ്യവസായിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നുണ്ട്. പലരിൽ നിന്നായി അത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന് 2025 അതായത് 2019 ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം. അത് അദ്ദേഹം 2024 തിരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കത്ത് ദേവസ്വത്തിന് തിരികെ നൽകുന്നു. അവിടെ നിന്ന് തിരുവാഭരണ കമ്മീഷനാണ് ഇത് ആവശ്യപ്പെടുന്നത്. 2025 ആണ് വീണ്ടും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നത്. അന്ന് ഏതാണ്ട് 2.5 പവനോളം സ്വർണം ചെലവഴിച്ചുകൊണ്ടാണ് ഈ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുന്നത്. 2.5 പവൻ സ്വർണവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ 19 ഈ അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തിരുവാഭരണ കമ്മീഷൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അത്ര പോലും ദേവസ്വത്തിന് സ്വന്തമായി ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി വേണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇയാൾ ആവർത്തിച്ച് എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ 2019 തന്നെ അന്വേഷണ വിധേയമാക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത്. മറ്റൊന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വെളിപ്പെടുത്തലാണ്. അതാണ് ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ളത്. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് വെറും കോപ്പർ മാത്രമാണ്, വെറും ചെമ്പ് മാത്രമാണ്. 99 30.3 കിലോ സ്വർണം പൊതിഞ്ഞ് വിജയ് മല്യ നൽകിയ ആ പാളികൾ എത്രയൊക്കെ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സ്വർണത്തിന്റെ തരി എങ്കിലും ഉണ്ടാവേണ്ടതാണ്, അംശമെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടേക്ക് 2019 എത്തിച്ചിരിക്കുന്നത് വെറും കോപ്പർ മാത്രമാണ് എന്ന് ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ മാതൃഭൂമി ന്യൂസിനോട് അടക്കം പറയുമ്പോൾ ശബരിമലയിൽ നിന്ന് പോയതല്ല അവിടെ തിരികെ എത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഇനി മറ്റ് വെളിപ്പെടുത്തലുകൾ ആവശ്യമുണ്ടോ എന്നുള്ളതുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ക്രിമിനൽ കേസെടുത്ത് ഈ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിജിലൻസിന് പരിധികളുണ്ട് എന്നുള്ളതുകൊണ്ട് വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ CR രാധാകൃഷ്ണൻ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ, അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ CPM ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, BJP യിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്നിവരാണ്. വിശദമായ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. ശ്രീ D സുരേഷ് കുമാർ, 2019 ശബരിമലയിൽ നിന്ന് പോയതല്ല അവിടേക്ക് തിരികെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഇന്നിപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകന്റെ പ്രതികരണം കൂടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി സാമാന്യബോധത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് എപ്പോഴാണ് ഇനി ഈ സംവിധാനത്തിന് തോന്നി തുടങ്ങുക? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആദരണീയനായ ശ്രീ ജസ്റ്റിസ് KT ശങ്കരനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നീതിപൂർവമായ അന്വേഷണം നടത്തുകയും രഹസ്യാത്മകമായിട്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകത്ത് സമർപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും ഇതിനകത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വരുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ട് വരെ നാം വെയിറ്റ് ചെയ്തേ മതിയാവും. ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനകത്ത് എവിടെയാണ് ലാപ്സ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ വളരെ കൃത്യമായി അവർ പറഞ്ഞു വയ്ക്കുകയാണ്, ദേവസ്വം കമ്മീഷണർ, അതുപോലെ തിരുവാഭരണ കമ്മീഷണർ, വിജിലൻസ് ഓഫീസർ ഇവർ അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രൂപത്തിലുള്ള അതിന് സ്വർണം പൂശലോ സ്വർണം പതിക്കലോ ഏത് തന്നെയായിരുന്നാലും ശരി അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി ഫയൽ എഴുതിയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകളെ സംബന്ധിച്ച് കൂടെ കൃത്യമായി അന്വേഷിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇത് നീതിപൂർവമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. ആ അഭിപ്രായ യോജിപ്പിനകത്ത് ഈ നീതിപൂർവമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ നാം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി വരും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇതിൻ്റെ തലക്കെട്ട് തീരുമാനിക്കുന്നതും സെലക്റ്റീവായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ താൻ ദേവസ്വം ബോർഡിന് കൊടുത്ത പീഠം, ഈ ദ്വാരപാലക ശില്പം ഇരിക്കേണ്ടുന്ന പീഠം, അത് ഫിക്സ് ചെയ്തിരിക്കുന്ന പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം ഇതിനൊരു വിവാദ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എയിം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ നാം ചർച്ച ചെയ്യുകയും അത്തരം കാര്യങ്ങൾക്ക് ഒരു അന്വേഷണം കൂടെ നിശ്ചയിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ അത് ചർച്ച ചെയ്ത് അതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിൽ ആരെങ്കിലും കളങ്കം ചാർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവിടുത്തെ ഈ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനിച്ച ഒരു പരിപാടി എന്നതിന് തുലവും ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ഗൗരവതരമായത് നിങ്ങൾക്ക് അന്വേഷിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. നിങ്ങളുടെ കാര്യം ആ നിലയ്ക്കല്ല നിലവിലുള്ള ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് 2019 മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ സംഭവിച്ചു എന്ന് പറയുന്നത്, അതിന് മുമ്പുള്ള കാര്യങ്ങൾ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ. വിജിലൻസ് SP ആ കാര്യം അന്വേഷിക്കാൻ നോക്കിയപ്പോൾ അവിടെ രേഖകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. 2019 മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ സംഭവിച്ച കെട്ടുകാര്യസ്ഥതയെക്കുറിച്ച്, അവിടെ നിന്ന് നഷ്ടപ്പെട്ട സാധനം തിരികെ വന്നിട്ടില്ല എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അങ്ങ് പറഞ്ഞു ജഡ്ജിയെ നിയോഗിച്ചു. എന്തിനാണ് ജഡ്ജിയെ നിയോഗിച്ചത്? ഈ കാര്യം അന്വേഷിക്കാനാണോ? അങ്ങേക്കത് ബോധ്യമുണ്ടോ? അല്ല, നോക്കൂ, ഈ സർക്കാരിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണമെന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് കാഴ്ചയായി നൽകിയ പീഠം കാണാനില്ല എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ നമ്മുടെ മുന്നിൽ നടന്നു വരുന്ന ചില കാര്യങ്ങൾ പോലെ തന്നെ അത്രമാത്രം ഗൗരവമാർന്ന ഒരു വിഷയമാണ്. ആ വിഷയം കാണാനില്ല എന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അങ്ങ് അയ്യപ്പ സംഗമത്തിന് കളങ്കം ചാർത്താൻ എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ സമയത്ത് വന്നതിന്റെ രാഷ്ട്രീയ പ്രേരിതമായ വശങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം നടന്നത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും അന്വേഷിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാനോ ഉണ്ടെങ്കിലോ സർക്കാരിന് സാധിക്കും. നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ 100 മടങ്ങോ 1000 മടങ്ങോ ഗൗരവമുള്ളൊരു കാര്യമാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിലേക്ക് ക്ലബ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശം അങ്ങേക്കുണ്ടെങ്കിൽ അത് അങ്ങയുടെ രാഷ്ട്രീയമായ ഉദ്ദേശമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നീ സംവിധാനത്തിന് തോന്നുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? എനിക്ക് ഈ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ എയിമില്ല. ഇവിടെ സൂചിപ്പിച്ച കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ശബരിമലയിൽ ഞാൻ നേർച്ചയായി വെച്ച ആ പീഠം കാണാനില്ല, സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ഈ സ്വർണ്ണപീഠം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ആ പീഠം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സമയത്ത് പുറത്തു വന്നു എന്ന് പറയുന്നത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ടാണോ, അതോ ഈ ഹൈക്കോടതി ഇനീഷ്യേറ്റ് ചെയ്ത അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ കൂടി അതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമുക്ക് സാമാന്യനെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം എന്ന് പറയുന്നത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഇത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ കൊണ്ടുപോകുന്നത് ആ സമയത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. അവിടെയാണ് തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മുഴം മുൻകൂട്ടി അറിയുന്നത്. ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപ്പുറത്ത് താൻ പെട്ടു, അല്ലെങ്കിൽ തന്നിലേക്ക് ആ വെളിച്ചം വരുന്നു, തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന നിലയിൽ നിന്നാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കല്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിയാതിരിക്കല്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഒറ്റ തവണ കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുള്ളൂ. ഇതിൽ അന്വേഷണം വേണം. വിജിലൻസിന് പരിമിതികളുണ്ട്. അവർക്ക് അഴിമതി നടന്നോ, ആരാണ് അഴിമതി നടത്തിയത് എന്ന് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട്, അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിന് സാധിക്കുമോ? തീർച്ചയായും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള മുഴുവൻ ഏജൻസികൾക്കും അന്വേഷിക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ആർക്കും തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് നിർവചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ പുറത്തു വരുന്നതിനകത്ത് ദേവസ്വം ബോർഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ദേവസ്വം കമ്മീഷണർ, അതുപോലെ തന്നെ അവിടുത്തെ വിജിലൻസ് ഓഫീസർ, അതുപോലെ തിരുവാഭരണ കമ്മീഷണർ, ഇവർ കൂടെ ചേർന്നുകൊണ്ട് അനുധാവനം ചെയ്ത് മാത്രമേ ഇതിന് ഏതെങ്കിലും രൂപത്തിലുള്ള ഈ പുതുക്കിപ്പണികൾ നടത്താകൂ എന്ന നിലയിലാണ് ദേവസ്വത്തിൻ്റെ തീരുമാനം. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് എവിടെ വെച്ച്?
എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടെ ഈ അന്വേഷണ പരിധിയിൽ വരില്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ കൃത്യമായി ഇതിനകത്ത് പ്രതി ആര് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനു മുൻപേ തന്നെ ഇതാകെ സർക്കാരിൻ്റെ വീഴ്ചയാണ്. കാലം ഏതാണ്? അട്ടിമറിക്കപ്പെട്ട കാലം ഏതാണ്? അല്ലല്ല, അട്ടിമറിക്കപ്പെട്ട കാലം ഏതാണ്? അട്ടിമറിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് 2019 അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആരാണ്? അല്ല, ഞാനതാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് വളരെ കൃത്യമായിട്ടാണ് അതിനകത്ത് ആ ഫയലിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറും അതുപോലെ വിജിലൻസിൻ്റെ ഓഫീസറും ഈ പുതുക്കി പണിയാൻ കൊണ്ടുപോകുന്ന ഏതൊരു സാധനമായിരുന്നാലും ശരി അതിനോടൊപ്പം അനുധാവനം ചെയ്യണം എന്ന് വളരെ കൃത്യമായി തീരുമാനിച്ചിരിക്കുകയാണ്. നടത്തിയോ? അവിടെയാണ് പ്രശ്നം. അവിടെ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അടക്കം പരിശോധിക്കുകയാണ്. ആ പരിശോധന നടന്നു വരുന്ന വേളയിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഇതാരും ചൊല്ലുവിളിയും ഇല്ലാതെയാണ് കൊണ്ടുപോയത് എന്ന കാര്യം തിരിച്ചറിയാൻ 6 വർഷം വേണ്ടി വന്നോ കോടതി ഈ അന്വേഷണം നടത്തുന്നത് വരെ? അല്ല, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ ഇതിൻ്റെ വരുംവരായികളും അതിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുന്നത്. ഈ കാര്യങ്ങൾ തിട്ടപ്പെടുത്താനും അന്വേഷിക്കാനും കോടതി അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുന്നത് വരെ മിണ്ടാതിരിക്കാനും വേണ്ടിയിട്ടല്ല ഈ ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ പറ്റി അവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വളരെ വിനയപുരസ്സരം അങ്ങോട്ട് പറയുന്നു. ശ്രീ CR രാധാകൃഷ്ണൻ, അയ്യപ്പൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ശബരിമലയുടെ സ്വത്ത് നാടൊട്ടുക്ക് പ്രദക്ഷിണം നടത്തുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ്. സംസ്ഥാനത്തെ ഒരു പ്രമുഖ നടൻ ജയറാമിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ 15 മിനിറ്റ് ഇത് വെച്ചു എന്ന് പറയുന്നു. വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചു എന്നറിയില്ല. ആ നിലയ്ക്ക് നാട് മുഴുവൻ പിരിവ് നടത്താനുള്ള സംവിധാനമാണോ? അതങ്ങനെ ഒരു വസ്തുവാണോ അത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1255 ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ്. ഇത് ഒരു എല്ലാ മേഖലയിലും ഒരു സർക്കാർ സംവിധാനത്തിന് തുല്യമോ അതിനേക്കാൾ മെച്ചമോ ആയ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് അവിടെ സർവീസ് നിയമങ്ങളുണ്ട്, സ്റ്റോർ പർച്ചേസ് നിയമങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള വാല്യുബിൾസിൻ്റെ പ്രൊട്ടക്ഷൻ നിയമങ്ങളുണ്ട്, ആഡിറ്റ് നിയമങ്ങളുണ്ട്, സമഗ്ര മേഖലയിലും നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കൃത്യമായി പാലിച്ചു വരികയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നാടാടെയാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും. അപ്പോൾ അത് ആരംഭിച്ചത് തന്നെ ഈ 2018 അന്ന് സ്റ്റാറ്റ്യൂട്ടറി റൂൾസുകളുടെ ലംഘനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. കാരണം ഇത്തരത്തിലുള്ള മൈനർ റിപ്പേഴ്സുകൾ, മേജർ റിപ്പേഴ്സുകളൊന്നും ടെമ്പിൾ പെർമിസ് വിട്ടുപോകാൻ പാടില്ല എന്ന സ്റ്റാറ്റ്യൂട്ടറി റൂളുണ്ട്. അത് ലംഘിക്കപ്പെട്ടു. 2025 ആയപ്പോൾ അതുമാത്രമല്ല ലംഘിക്കപ്പെട്ടത്, കോടതി 2023 റെസ്ട്രിക്ഷൻ പുറപ്പെടുവിച്ചു. മേലിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രയർ പെർമിഷൻ എടുക്കണം. സ്പെഷ്യൽ കമ്മീഷൻ, ഒരു സെർവിങ് ജില്ലാ ജഡ്ജി അവിടെ സ്പെഷ്യൽ കമ്മീഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകോവിലിൻ്റെ മുകളിലൊരു ചോർച്ച വന്നു. ഈ അവിടെ തറച്ച ആണിയിലൂടെ ഈ വെള്ളം താഴേക്ക് വന്നു. അപ്പോൾ അത് എഴുതി കൊടുത്തു. അത് റെക്ടിഫൈ ചെയ്ത് എങ്ങനെ അവിടെ വെച്ച് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അത് പരിപൂർണമായും അവിടെ വെച്ച് തന്നെ ആ ചോർച്ച പരിഹരിച്ചു. അപ്പം അത് ചെയ്യാനറിയാം, നിയമപരമായി അത് ചെയ്യാനറിയാം. അതൊരു പരാതിയും ഇതുവരെ ഒരു സമൂഹത്തിനും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥന്മാരെയോ ബോർഡിനെയോ അല്ലെങ്കിൽ ഇത് ആരാണ് ഇങ്ങനൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, ഈ ചട്ടലംഘനത്തിന് കർശനമായ നടപടി ഉണ്ടാവണം. ശബരിമലയുടെ ഈ സാധനം എടുത്ത് പുറത്തു കൊണ്ടുപോയത് ഒരിക്കലും നീതീകരിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഒരിക്കലും അവിടുത്തെ നിയമം അനുസരിച്ചാലും ഇപ്പോൾ കോടതിയുടെ ഉത്തരവനുസരിച്ചാലും ഇതിനേക്കാളൊക്കെ വലിയ കാര്യം ഈ ശബരിമല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ഇൻറ്റേർണൽ ഓഡിറ്റ് സംവിധാനമുണ്ട്. ഈ ഫെസ്റ്റിവൽ സീസൺ മുഴുവൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺകറൻറ്റ് ഓഡിറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ 360 ഈ ശബരിമല ഫെസ്റ്റിവൽ നടക്കുന്ന ടെമ്പിൾ പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും അവിടെ കൺകറൻറ്റ് ആഡിറ്ററും ലോക്കൽ ഫണ്ടിൻ്റെ എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആഡിറ്റ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും സംവിധാനങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് സംവിധാനം, ഒരു പക്ഷേ സംസ്ഥാനത്തിൽ പുറത്തുള്ള സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ കർശനമായ സംവിധാനങ്ങൾ ഞങ്ങളുടെ വാല്യുബിൾസിൻ്റെ പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് അവിടെയുണ്ട്. കാരണം ഈ ഒരു ഭക്തൻ ഒരു സാധനം സമർപ്പിച്ചാൽ
അതിന് പ്രത്യേക പ്രിൻ്റഡ് റെസിപ്റ്റ് ഉണ്ട്, കൈൻഡിന് അത് കൊടുക്കണം. അതിൽ ഏകമാനമാണ്, അതിൻ്റെ മാറ്റെഴുതണം, അതിൻ്റെ തൂക്കം എഴുതണം. അത് തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു രജിസ്റ്ററുണ്ട്, ഈ വാല്യുബിൾസിൻ്റെ രജിസ്റ്റർ. അതിൽ നമ്പറിട്ട് രേഖപ്പെടുത്തണം. ഇതിന് പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ നടത്തണം. ഇതിൻ്റെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ആൻഡ് മൈനസ് സ്റ്റേറ്റ്മെൻറ്റ് അയക്കണം. ഇങ്ങനെ വളരെ കർശനമായ നിയമമാണ് ഇക്കാര്യത്തിൽ അവിടെ പാലിച്ചു വരുന്നത്. ഇത് അവിടെ മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ ഏതാണ്ട് 20 ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് 20 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ 20 സ്ട്രോങ് റൂമുകളിലെ ഇപ്പോൾ ശബരിമല പോലെ അതിനേക്കാൾ കൂടുതലോ തിരുവാഭരണങ്ങൾ അതിനേക്കാൾ മൂല്യമുള്ളത് സൂക്ഷിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലും വൈക്കത്തൊക്കെ ഇരിക്കുന്ന തിരുവാഭരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ശബരിമലയുള്ളതിൻ്റെ ഒരു 3 ഇരട്ടി ഉണ്ടാവും. അതെല്ലാം തന്നെ ഞങ്ങൾ സംരക്ഷിതമായി ഈ സ്ട്രോങ് റൂമുകൾ സംരക്ഷിച്ച് 24 മണിക്കൂർ ഗാർഡ് ഡ്യൂട്ടിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെയൊന്നും ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശബരിമല ഇതുണ്ടായി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരാളെ ഇത് ഇൻട്രസ്റ്റ് ചെയ്താണ്, അവിടെ മുതലാണ് ഇത് തെറ്റാൻ തുടങ്ങിയത്. അതെനിക്ക് മനസ്സിലായില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെറ്റാൻ തുടങ്ങിയത്. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ ബോർഡോ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാവരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ അങ്ങ് പറഞ്ഞു അവിടെ ഒന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു വിഷയം പുറത്തു വരുന്നതിന് വരെ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നവരെയും നമ്മൾ എന്താ വിചാരിക്കുന്നത്, ശബരിമലയിൽ ഒരു ഈച്ച അനങ്ങില്ല എന്നാണ്. ശബരിമല തൊട്ട് ഇപ്പോൾ അയ്യപ്പനെ തൊട്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ്. അത്രയും ഉത്തരവാദിത്വത്തോടെയാണ് ഇത് നടക്കുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. അതെ, അവിടെ സുരക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ വളരെ ഈ ആൾ കൂടുന്നിടത്തോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ അഴിമതിയോ ചെറിയ തോതിലൊക്കെ ഉണ്ട്. അപ്പം ശബരിമല ഫെസ്റ്റിവൽ കാലത്ത് ഭണ്ഡാരത്തിൽ ചെറിയ ചെറിയ ജീവനക്കാരുടെ മോഷണങ്ങൾ, അല്ലാത്ത ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ നടപടികൾ യഥാസമയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നടപടി ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇത്തരം ഒരു അനുഭവം ആദ്യമാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് 2019 അവിടെ എത്തിയത് ചെമ്പുപാളികളാണ് എന്ന്. ദേവസ്വത്തിന്റെ രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് വരുമ്പോൾ സ്വർണം ചെമ്പാവില്ലല്ലോ. അവിടെ എത്തിയത് പക്ഷെ ചെമ്പുപാളികളാണ് 2019. അപ്പോൾ 999 മല്യ പൊതിഞ്ഞ സ്വർണം എവിടെ പോയി എന്നതൊരു ചോദ്യമുണ്ട്. മറ്റാരെങ്കിലും ചെയ്ത്, അതായത് 99 ചെയ്ത കാര്യങ്ങൾ അവർ പിന്നീട് ഒന്നും ചെയ്യില്ല, ഞങ്ങളങ്ങനെ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് കൂടി നമ്മുടെ പ്രതിനിധികൾ ചോദിക്കുമ്പോൾ പറയുന്നു. അപ്പോൾ 2019 അവിടെ എത്തിയത് വെറും ചെമ്പുപാളികളാണ്. അത് ഹൈദരാബാദിലോ മറ്റോ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന വിവരം. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതല്ല അവിടെയുള്ളതെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് കണ്ടെത്താൻ അവിടെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്താൻ ആർക്കാണ് പേടി? മാധു, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ഈ LDF സർക്കാർ വന്നതിന് ശേഷം, പിണറായി സർക്കാർ വന്നതിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവ് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഞാനടക്കമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിലുണ്ടായി. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട്, അത് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദം കൂടി. ഇതിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൻ്റെയും അർത്ഥമേ ഇല്ല. കാരണം എന്താ, ശബരിമലയിൽ സ്വർണ്ണപ്പാളി കൊണ്ട് നേരത്തെ വിജയ് മല്യയുടെ സമയത്ത് 99 വിജയ് മല്യ ചെയ്ത സ്വർണ്ണപ്പാളി കാണാതെ പോയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. 4-4.25 കിലോ സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അതെങ്ങനെ അങ്ങനെയാണ് ആദ്യം അത് വന്നത്. 4.5 കിലോ വ്യത്യാസമുണ്ട് തൂക്കത്തിൽ എന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനടക്കം പറയുന്നത് അങ്ങനെ 99 സ്വർണം പൊതിഞ്ഞ ഒരു കാര്യമാണ് 2019 അവിടേക്ക് വന്നത് എങ്കിൽ അതിൽ സ്വർണത്തിന്റെ തരിമ്പെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അത്ര വലിയ ഒരു ഡിപ്രിസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് പക്ഷെ അവർക്ക് കിട്ടിയത് ചെമ്പുപാളികൾ മാത്രമാണ്. 2019 അവിടെ വന്നത് ചെമ്പുപാളികളാണ്. അവിടെ നിന്ന് കൊണ്ടുപോയി 39 ദിവസത്തിന് ശേഷം അവിടെ വന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണാംശമുള്ള കാര്യമല്ല, പകരം വെറും ചെമ്പാണ് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 4.5 കിലോയൊക്കെ പഴയ കഥ, അതില്ല, അതിന് പകരം പുതിയതാണ് വന്നത്. ഞാൻ മാധുവിലേക്ക് വരാം. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ നമ്മളാരും കുറ്റവിമുക്തരാക്കിയിട്ടില്ലല്ലോ. ഈ സമയത്ത് അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ആർഗ്യുമെന്റ്, അവരുടെ ഒരു ന്യായീകരണം നമുക്ക് ഒരു മുഖവിലക്കെടുക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമല്ല ഇന്ന് ഉള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി അടർത്തിക്കൊണ്ടുപോയി എന്നുള്ള വസ്തുതയാണ്.
നടത്തിക്കൊണ്ട് പോയതിനു ശേഷം 40 ദിവസത്തോളം ബാംഗ്ലൂരിൽ അദ്ദേഹം അത് സൂക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പുറത്തു വരുന്ന വിവരം. ആ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ആ സമയം സമാനമായിട്ടുള്ള മറ്റൊരു സംവിധാനം ഹൈദരാബാദിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ മുതൽ അടിച്ചു മാറ്റാനുള്ള, സ്വർണം അടിച്ചു മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന. അത് ദേവസ്വം ബോർഡ് അറിയാതെ നടക്കില്ല. കാരണം ഈ സ്പോൺസർ എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് ഈ സാധനം എടുത്തു കൊടുക്കാൻ നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരവും ഒരു അവകാശവും ദേവസ്വം ബോർഡിനില്ല. ദേവസ്വം ബോർഡ് ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ പ്രമേസസിലായിരിക്കണം. ആ ക്ഷേത്രത്തിൻ്റെ പ്രമേസസിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ എല്ലാം ഇത് അഴിച്ചെടുത്ത് കൊണ്ടിട്ടാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രമേസസിൽ തന്നെ വെച്ചിട്ടാണ്. അത് വ്രതശുദ്ധിയോടുകൂടി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ അയാളെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇത് അഴിച്ചെടുത്ത് കൊടുത്തത്? എങ്ങനെയാണ് 40 ദിവസം അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ കഴിഞ്ഞത്? അതെങ്ങനെയാണ് കച്ചവട ചരക്കാക്കി മാറ്റാൻ കഴിഞ്ഞത്? അദ്ദേഹത്തിന് പരിചയമുള്ള വൻ വ്യവസായികളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പിരിവെടുക്കാൻ എങ്ങനെ സാധിച്ചു? ഇതൊക്കെ വലിയ ചോദ്യങ്ങളായിട്ട് ഉയരുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ശബരിമലയിൽ ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയും ഈ പ്രയാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് കയറിപ്പോയി അയ്യപ്പൻ ഇരിക്കുന്നത് അവിടെയാണോ എന്ന് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും വിശ്വാസമില്ലാത്തൊരു ഭരണകൂടവും ഭരിക്കുന്നതുകൊണ്ടാണ്. ഈ ദേവസ്വം ഭരിക്കുന്ന മന്ത്രിക്കോ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്കോ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഇനി ആരൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്താലും പിണറായി വിജയൻ അയ്യപ്പ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഭരണഘടനാപരമായ അധികാരത്തിലേറിയ ആളുകൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ, ഞാൻ എന്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് നാട്ടിലുള്ള മുഴുവൻ മതങ്ങളിലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ മറ്റുള്ള മതങ്ങളിൽ ഇടപെടുന്നതോ മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാനോ അതിൽ ഡെവലപ്മെന്റ് നടത്താനോ പറ്റില്ലല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, കാര്യക്ഷമതയോടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല മാധു. മറ്റ് ഒരു മതവിശ്വാസത്തിന്റെ കാര്യത്തിലും ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്നില്ലല്ലോ. ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നുണ്ട്. ദേവസ്വത്തിന്റെ കൺട്രോളാണ് ക്ഷേത്രങ്ങളിൽ. ദേവസ്വത്തിന് മന്ത്രിയുണ്ട്. ആ ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പോകുന്നു. മുഖ്യമന്ത്രി വിശ്വാസിയല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ശബരിമല ആചാരരംഗത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചത്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വാസമില്ലായ്മയും ദേവസ്വം മന്ത്രിയുടെ വിശ്വാസമില്ലായ്മയും തീർച്ചയായിട്ടും ശബരിമലയുടെ അനാചാരം വർദ്ധിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. അതല്ലെങ്കിൽ വിശ്വാസമുള്ളയാളാണെങ്കിൽ ശബരിമലയിലെ ഈ തിരുവാഭരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വർണമോ മുതലോ ഒക്കെ അയ്യപ്പൻ്റെ മുതൽ അടിച്ചു കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് മൗനമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇത് നടന്നിട്ടും എന്തേ ഇവരെ ശ്രദ്ധയിൽപ്പെടാതെ പോയത്? അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, അവിടെ ശ്രദ്ധയില്ല. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത്. അതിന് ശബരിമലയെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി പരിവർത്തനപ്പെടുത്താനുള്ള അതിന് മാത്രമുള്ള താല്പര്യം മാത്രമേ സർക്കാരിനുള്ളൂ. അതിലപ്പുറം വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാനോ ശബരിമലയുടെ താല്പര്യം സംരക്ഷിക്കാനോ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ ഭരണകൂടത്തിനോ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ പ്രധാന വിശ്വാസവും. വിശ്വാസമില്ലാത്ത ആളുകൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കും. ഇവിടെ അങ്ങനെയല്ല. എല്ലാ മതവിശ്വാസങ്ങളെയും പുച്ഛിച്ച് കളയുന്ന മുഖ്യമന്ത്രിയും ഭരണകൂടവും ഇരിക്കുകയാണ്. അതിപ്പോൾ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഒന്നുമില്ല. ഏത് മതവിശ്വാസത്തെയും പുച്ഛിച്ച് തള്ളുകയും ആ മതചിഹ്നങ്ങളെ പുച്ഛിച്ച് തള്ളുകയും അവരെ ആക്ഷേപിക്കുകയും കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ നില ഇല്ല, അത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന വിശ്വാസമില്ലാത്ത ആളുകൾ നാട്ടിൽ ഭരണം നടത്തരുത് എന്നൊന്ന് പറയുന്നതിൽ അതിന് ഭരണഘടനാപരമായ പിന്തുണയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറയാൻ കാര്യം ഞാൻ പറഞ്ഞു. ഭരണം നടത്തുമ്പോൾ വകുപ്പുകളൊക്കെ നടത്തുകയും മുഖ്യമന്ത്രി മാധു, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ വായിലേക്ക് തിരികണ്ട. ഞാൻ പറഞ്ഞതെന്താ? വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സംഘവും ഭരിക്കുന്ന സമയത്ത് ശബരിമലയോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു, അനാചാരങ്ങൾ വർദ്ധിച്ചു, അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഈ ഒരു വിഷയം കൊണ്ട് മാത്രമല്ല, വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പകൽ പോലെ വ്യക്തമാണ്. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇത് എത്ര ഗൗരവ സ്വഭാവത്തോടെയുള്ള കാര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആവർത്തിച്ചു വരുന്ന വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സാധ്യമാകുന്നത്?
എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുടെ ഭരണവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ മുഴുവൻ ഇന്നിപ്പോൾ പുറത്തു വന്ന ഫോട്ടോകളൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഈ വിഷയത്തിൽ പ്രതികരണമില്ലാതെ പോകുന്നത് എന്നത് വ്യക്തമാവുകയാണ്. കാരണം എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരുടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ, മന്ത്രിമാരുടെ, മറ്റ് നേതാക്കളുടെ ഒക്കെ കൂടെ നിന്നുകൊണ്ടുള്ള അവരുമൊക്കെയായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ ശ്രമങ്ങളും ഈ ഫോട്ടോകളും ഒക്കെ വെച്ചുകൊണ്ടാണ് കൂടുതൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. നാടൊട്ടുക്ക് പിരിവാണ്. എന്തിനാണ് അയ്യപ്പന് കൊടുക്കാൻ, എന്നിട്ട് എത്രയാണ് കൊടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യം. ഇപ്പൊ 2025 അറ്റകുറ്റപ്പണി നടത്തിയത് ഏതാണ്ട് 2.5 പവൻ സ്വർണം മാത്രമാണ്. അയ്യപ്പൻ ഇല്ലാത്തതാണോ 2.5 പവൻ? തിരുവാഭരണം കമ്മീഷണർ അങ്ങോട്ട് കത്തയച്ച് ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോ വലിയ മനസ്സുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങോട്ട് പറയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കാം, എൻ്റെ കയ്യിൽ തന്നേക്കുമെന്ന്. 4 പ്ലേറ്റുകളിലാണ് ഈ 2025 അവിടെ ഒരു അറ്റകുറ്റപ്പണി നടത്തുന്നത്. വളരെ നാമമാത്രമായ അറ്റകുറ്റപ്പണി, ബാക്കിയുള്ളതിൽ പോളിഷിംഗ്. 2.5 പവൻ സ്വർണ്ണമാണ്. ഈ 2.5 പവന്റെ സ്വർണ്ണ ചെലവ് വഹിക്കാൻ കഴിയാത്ത ഒരു ദേവസ്വം ബോർഡാണോ ശബരിമല ഭരിക്കുന്നത്? അതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആനയിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അത്രയ്ക്ക് പാപ്പരാണോ? തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം, ആ പ്രശ്നം അർഹിക്കുന്ന രീതിയിലുള്ള വലിയ പ്രതികരണമോ വലിയ രോഷമോ വലിയ വിമർശനമോ പോലും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. ആളുകൾക്ക് ഇതങ്ങ് ശീലമായി പോയി. ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ, ഇത്തരത്തിലുള്ള പകൽ കൊള്ള, ദേവസ്വാപഹരണം, സ്വർണ്ണ കൊള്ള, ഇതൊക്കെ നടക്കുന്നത് ഒരു സ്വാഭാവികതയാണെന്ന മട്ടിലേക്ക്, മറ്റൊരു വാർത്ത കൂടി എന്ന നിലയിലേക്ക് ആളുകൾ അതിനെ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയായി വന്നൊരു വ്യക്തി, അദ്ദേഹം ദേവസ്വത്തിൻ്റെ വളരെ കൃത്യമായ നിയമങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിനെ പറ്റിയിട്ടും അവർ പാലിക്കുന്ന ചട്ടങ്ങളെ പറ്റിയിട്ടും ചിട്ടകളെ പറ്റിയിട്ടും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം, ഈ പറയുന്ന സാങ്കേതികതകളൊന്നും പാലിക്കുന്ന ഒരു സംവിധാനത്തിൽ പോലും, ഇതിപ്പോൾ ഒരു നോട്ടക്കാരൻ വന്ന് രാവിലെയും വൈകുന്നേരം നോക്കി പോകുന്നൊരു സ്ഥലത്ത് പോലും ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു അനാസ്ഥ നടക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരൊറ്റ ചോദ്യം, 2019 എന്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത്? ആ കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡിന് എന്ത് ഉത്തരവാണ് പറയാനുള്ളത്? കാരണം 1999 തന്നെ സ്വർണം പൂശിയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ രണ്ടാമത് സ്വർണം പൂശാൻ വേണ്ടി ചെമ്പ് പാളികളാണ് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 20 വർഷം മുൻപ് സ്വർണം പൂശിയിട്ടുള്ള പാളികൾ സ്വർണമേ അല്ല, അത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മഹസർ തയ്യാറാക്കുകയും എന്നിട്ട് ഈ ഓൾറെഡി സ്വർണം പൂശിയിട്ടുള്ള പാളികൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ, ഒരു മധ്യസ്ഥനെ, ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചിട്ട് അയാൾ സ്വന്തം നിലയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇത് എന്ത് വ്യവസ്ഥയാണ്, എന്ത് സിസ്റ്റമാണ്? ഈ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ പാലിക്കുന്ന ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനമാണോ നമ്മളവിടെ കാണുന്നത്? എന്നിട്ട് ഇദ്ദേഹം ഇത് കൊണ്ടുപോയി. ആ കൊണ്ടുപോയിട്ടുള്ള സംഗതി എവിടെ? ഇപ്പോൾ പറയുന്നു മറ്റൊരു പാളികളാണ് ഇവിടേക്ക് എത്തിച്ചത്, ഹൈദരാബാദിൽ പുതിയ ചെമ്പ് പാളികൾ ഉണ്ടാക്കി, അത് 49 പവൻ സ്വർണം വെച്ചുകൊണ്ട് സ്മാർട്ട് ക്രാഫ്റ്റിൽ സ്വർണം പൊതിഞ്ഞു, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇവിടുന്ന് കൊണ്ടുപോയി 6 വർഷം മുൻപ് കൊണ്ടുപോയിട്ടുള്ള 42.5 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? വിജയ് മല്യ സ്വർണം പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? അതിപ്പോഴും കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഒരു പരാതിയോ ആക്ഷേപമോ എങ്കിലും ഉണ്ടായിരുന്നോ? തങ്ങളുടെ കൈവശത്തിൽ, തങ്ങളുടെ മേൽനോട്ടത്തിൽ, തങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പൻ്റെ വഹകൾ 6 വർഷം മുൻപ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലും ദേവസ്വം ബോർഡ് ഇതുവരെ നടത്തിയിരുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഇപ്പം 2025 ഇത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സുവോമോട്ടോ പ്രൊസീഡിങ്സ് ആരംഭിച്ച് ആ സുവോമോട്ടോ പ്രൊസീഡിങ്സിൽ പഴയ മഹസറുകൾ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു കൃത്രിമത്വം 2019 നടന്നതായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവുകയും ചെയ്ത്. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്ന പോലെ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ വന്നിട്ട് ഒരു പരാതി ബോധിപ്പിച്ചിട്ടല്ല ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ 7ാം പ്രതിയാണ്, 7th റെസ്പോണ്ടൻ്റ് ആയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ. ഇത് ഹൈക്കോടതി സുവോമോട്ടോ എടുത്തിട്ടുള്ള കേസാണ്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള കേസാണ്. ദേവസ്വത്തിന് ഇത്രയും കാലമായിട്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഗൗരവകരമായിട്ടുള്ള പ്രശ്നമാണ്. KT ശങ്കറിനെ നിയമിച്ചിട്ടുള്ളത് ഈ കേസ് അന്വേഷിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതും തെറ്റാണ്. KT ശങ്കറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് 1999 മുതൽ ഇതുവരെ അവിടെയുള്ള സ്വർണത്തിൻ്റെ ഇൻവെന്ററി തയ്യാറാക്കാൻ, കണക്കിൻ്റെ സ്വർണത്തിൻ്റെ കണക്ക് തയ്യാറാക്കാനും അതുമായി ബന്ധപ്പെട്ട പഠനം നടത്താനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഈ പറയുന്ന പീഠം കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഈ പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാവാം എന്നൊരു സംശയം അയാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്ട്രോങ്
സ്ട്രോങ് റൂമുകളും. ശബരിമലയിലെ സ്ട്രോങ് റൂമും അതേപോലെ തന്നെ ആറന്മുളയിലുള്ള സെൻട്രൽ സ്ട്രോങ് റൂമും 10 ദിവസം പരിശോധിച്ചിട്ടും അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ പരിശോധിക്കുന്ന സംഘം കാണുന്നത് സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു. എത്രയാണ് ഈ നാണയങ്ങൾ എന്നുള്ളത് കണക്കില്ല. ഈ ബുക്കിലൊന്നും അതുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യ പറയുന്നില്ല. അതിൽ നിന്നൊരു പിടി വാരിയിട്ട് ഒരാൾ പോയാലും ഒരാൾ പറയാൻ പോകുന്നില്ല. ഒരു പെട്ടിയിൽ സ്വർണ്ണാഭരണങ്ങൾ അടുക്കി വെച്ചിരിക്കണം. ആ പെട്ടി പ്രോപ്പർലി പൂട്ടാൻ പോലും പറ്റുന്നില്ല. ഇത്രയും അവധാനത ഇല്ലാതെയാണ്, ഇത്രയും സൂക്ഷ്മതയില്ലാതെയാണ് ദേവന് അർഹതപ്പെട്ടിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും പണ്ടങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെൻട്രി തയ്യാറാക്കാൻ വേണ്ടി 999 മുതലുള്ള കണക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം 2019 20 വർഷം മുൻപേ തന്നെ സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതല്ല, അത് വെറും ചെമ്പാണ് എന്ന് തെറ്റായ ഉത്തരവ് ഇറക്കിക്കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യിക്കാനുള്ള ചുമതല ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഏൽപ്പിക്കുകയും അയാളത് ഒറ്റയ്ക്ക് ചെന്നൈ വരെ കൊണ്ടുപോവുകയും അയാളുടെ കൂടെ ആരും അനുഗമിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നു ദേവസ്വത്തിൻ്റെ തലത്തിൽ ആൾക്കാർ അനുഗമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നു, പക്ഷെ അത് ചില ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ട് അട്ടിമറിച്ചു. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉന്നതതല തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ സാധിക്കുന്നത്? ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ കൊണ്ടുപോയി ഞാൻ കൊടുന്നോളാം ഇയാൾ പറയുമ്പോൾ ആ തിരുവായ്ക്ക് എതിർവാ പറയാൻ കഴിയാത്ത എന്ത് വിധേയത്വമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ളത്? അദ്ദേഹത്തിന് ഈ പറയുന്ന ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ബന്ധമാണോ? മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ വലിയ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളാണ് താൻ ശബരിമലയുടെ സ്പോൺസറാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും കാലമായിട്ട് ഇയാളെ സ്പോൺസർ എന്ന് വിളിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശബരിമലയിൽ ഈ പറയുന്ന ശ്രീകോവിൽ മുഴുവൻ 30 കിലോ സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യുന്നത് വിജയ് മല്യയാണ്. ആ വിജയ് മല്യ ചെയ്തിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിങ്ങിൽ നാളികേരം തട്ടിയിട്ടും ചില്ലറ നാണയത്തുട്ടുകൾ തട്ടിയിട്ടും നെയ്യ് പറ്റിയിട്ടും ഒക്കെ ചില കേടുപാടുകളുണ്ട്. അതുകൊണ്ട് ഞാനത് സ്വന്തം നിലയിൽ നേരാക്കി തരാമെന്ന് കൊണ്ട് ദേവസ്വത്തെ അങ്ങോട്ട് ചെന്ന് സമീപിക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നത് സ്വന്തം കയ്യിലെ കാശെടുത്തിട്ടല്ല. ഇയാൾ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് പിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ രണ്ടാമത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പ് തകിടുകൾ ഉണ്ടാക്കിക്കുന്നതും അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യിക്കുന്നതും ബാംഗ്ലൂരുള്ള വിനീത് ജെയിൻ എന്ന് പറയുന്ന വ്യവസായിയെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ മലയാളിയായിട്ടുള്ള ഒരാൾ 35 ലക്ഷം രൂപ കൊടുത്തതായി പറയുന്നു. ഈ പറയുന്ന അറിയില്ല. അങ്ങനെ 10-12 പേരിൽ നിന്ന് ഈ പറയുന്ന വലിയ തുക സമാഹരിച്ചിട്ട് ഈ പറയുന്ന നാമമാത്രമായ ഒരു സംഭാവന ശബരിമലയിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് വലിയ പണം പറ്റിയിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ സംശയാസ്പദമായ സാഹചര്യങ്ങളായി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയുമാണ്. ശ്രീ സുരേഷ് കുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹമാണ് കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന കൃത്യമായി നടക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അധികകാലം നമുക്ക് മറച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടന്നു വരികയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവസ്വം ബോർഡ് ഈശ്വരവിശ്വാസമാണ് രാജ്യ ഭരണത്തിനുള്ള അളവുകോൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവാശ്രമ അദ്ദേഹത്തിനൊരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഏറ്റവും വലിയ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണ് രാജ്യം ഭരിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം മാറി പുതിയൊരു ലാവണത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ നോക്കിയാലും വലിയ ഈശ്വരവിശ്വാസികളാണ് രാജ്യം ഭരിച്ചിരുന്നത്. 974 അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നിർബന്ധിത വന്ധ്യംകരണവും അതുപോലുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും ന്യൂനപക്ഷ വേട്ടയും ഒക്കെ നടന്നത് ആ ഈശ്വരവിശ്വാസികൾ രാജ്യം ഭരിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ സിഖ് കലാപം നടന്നത് ഈ ഈശ്വരവിശ്വാസികൾ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഇവിടെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ ഈശ്വരവിശ്വാസത്തിൻ്റെ അളവുകോലുമായി നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെൻഷൻ വർദ്ധിപ്പിച്ച ഈ നാട്ടിലെ പാവങ്ങളോട് സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മുട്ടാത്തർക്കം ന്യായങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ആധാരമെന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കയ്യകലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന രാഷ്ട്രീയ അധികാരത്തിൻ്റെ വേവലാതിയാണ്. അത് നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കരഞ്ഞു തീർത്തുകൊണ്ടേയിരിക്കും. ദേവസ്വം ബോർഡ് അന്വേഷണം ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണം ആവശ്യപ്പെടുകയോ പരാതി കൊടുക്കേണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഉറപ്പായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വരുമ്പോൾ അതിൽ നിന്നും ഒരു അധികാരത്തിലിരിക്കുന്നയാളിനും
ഇത് കാണാതെ മുഖം തിരിഞ്ഞു പോകാൻ വേണ്ടി കഴിയുകയില്ല. സ്വാഭാവികമായും തുടരന്വേഷണവും തുടർ പ്രവർത്തനങ്ങളും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ബോഡി ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരിക തന്നെ ചെയ്യും. വരാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളായി പുറത്തു വരികയല്ലേ. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായി പറയുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഇവിടെ ഫോട്ടോയാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ ഏതെങ്കിലും നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ആധാരമെങ്കിൽ ഇനി എത്രയോ ഫോട്ടോകൾ വരാൻ കിടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയ നേതാക്കന്മാരുമായിട്ട് പോലും അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയും സഹവാസത്തിന്റെ ചരിത്രവും ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി എന്നൊന്നും പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, അടൂർ പ്രകാശിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അങ്ങനെ പലരോടും ഒപ്പം പലയിടങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഇപ്പൊ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഫോട്ടോ ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്, അവിടെ വരുന്ന ആളുകളെ മുഴുവൻ വ്യക്തിപരമായി അദ്ദേഹം ക്ഷണിച്ചിട്ടൊന്നും ആയിരിക്കില്ല, സോണിയാഗാന്ധിയും അങ്ങനെ തന്നെ ആയിരിക്കില്ല. പക്ഷെ ആ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ ഒരാൾക്ക് ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. മാധു, ഈ ചർച്ച സെലക്റ്റീവ് ആകുന്നു എന്ന് ഞാൻ പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം. ഇതിൻ്റെ ഇൻട്രോയിൽ പോലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എന്നതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയോ അടൂർ പ്രകാശോ പരാമർശ വിധേയമായിട്ടില്ല എന്നുള്ളത് ഈ ചർച്ച, ഇത്തരം ചർച്ചകളുടെ സെലക്റ്റീവ് എന്ന ഭാഗത്തെ കാണിക്കുന്നതാണ്. അല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ ഒരു പ്രാധാന്യമുണ്ട്. എ മുതൽ Z വരെയുള്ള എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് പറയാനും പരാമർശിക്കാനും പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് കടുംപിടുത്തമാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ ഒരു പ്രത്യേകത ഇല്ലെന്ന് അങ്ങ് പറയൂ. അല്ല, എനിക്ക് കടംപിടുത്തമില്ല. ഈ ചർച്ചയിലെ അങ്ങ് ദേശീയ നേതാവിനെ പറഞ്ഞുള്ളൂ. ഞാനാണ് സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും പേര് പറഞ്ഞത്. എനിക്ക് ഉണ്ടായിരുന്ന പോരെ? ഞാനത് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രൂപത്തിലുള്ള എല്ലാ കൊള്ളത്തരങ്ങളും കാണിച്ചതെന്നുള്ളത് എനിക്ക് സമർത്ഥിക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ രൂപത്തിൽ മാധു പറഞ്ഞൊന്നുമല്ല, BJPയുടെ പ്രതിനിധി അടിവരയിട്ട് പറഞ്ഞു, ഫോട്ടോയെ സംബന്ധിച്ചുള്ള കാര്യം അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്രയോ ഫോട്ടോ വരാനിരിക്കുന്നു. അങ്ങനെ ഈ ഫോട്ടോ ഒക്കെ വന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ആരാ? അവതാരങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാരാ? അവതാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ ഉപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ഒറ്റ വരി. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രചോദനത്താലാണോ ഇദ്ദേഹം ഇത് ചെയ്തതെന്നാണോ BJPയുടെ? അയ്യോ അല്ല, അദ്ദേഹത്തിന്റെ ആവശ്യമാണിത്. BJP എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങ് ശ്രീ ശങ്കുട്ടി ദാസിനോട് ചോദിച്ചോളൂ. നാട്ടിലുള്ള മുഴുവൻ പ്രഗത്ഭരുടെയും പ്രസക്തിയുള്ളവരുടെയും കൂടെ നിന്ന് ഈ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ശ്രീ CR രാധാകൃഷ്ണൻ, 40 വർഷത്തെ വാറണ്ടിയോടുകൂടിയാണ് 2019 സ്മാർട്ട് ക്രിയേഷൻസ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2025 ഇത് അറ്റകുറ്റപ്പണിക്ക് പോയപ്പോൾ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2.5 പവന്റെ ആവശ്യമാണ് വന്നത്. അതെന്താ ദേവസ്വം ബോർഡിന് ഇല്ലേ എന്നുള്ളത്. വാറണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ 2.5 പവന്റെയും പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വാറണ്ടി ഉണ്ടായിരുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ നേരിട്ട് ഈ പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ, ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരൊക്കെയാണോ അവരുടെ അകമ്പടിയോടുകൂടി ഉത്തരവാദിത്തപൂർവ്വം കൊണ്ടു കൊടുക്കുന്നതിന് പകരം അത് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചിട്ടുണ്ടാവുക? അല്ല, ഇതിൻ്റെ താല്പര്യം ആർക്കാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ല. ഇത് ഇങ്ങനെ രണ്ടാമതും കൊണ്ടുപോകേണ്ട ആവശ്യം ആരുടെയാണെന്ന് നമ്മളിപ്പോൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഇത് അന്ന് ഈ ചെമ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ ഇത് കൃഷ്ണശിലയിലായിരുന്നു ആ വിഗ്രഹങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം 999 അത് ചെമ്പ് പൊതിഞ്ഞ് തന്നെ സ്വർണം അമാൽഗമേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് അന്ന് സ്വർണ്ണമാണെന്നുള്ളതിന് യാതൊരു തർക്കവും ആർക്കും ഉന്നയിക്കേണ്ട കാര്യമില്ല. അത് മഹസറിൽ എങ്ങനെ ചെമ്പായി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെങ്ങനെ വേറൊരാളിൻ്റെ കൊടുത്തു? അന്നും ഇന്നും അത് തെറ്റായിട്ടാണ് നടക്കുന്നത്. 99 ഈ സംഭവം നടന്നതിന് ശേഷം ആകെ ഉണ്ടാകുന്നത് 2019 അപ്പൊ ഈ 2019 ഇതിൽ അട്ടിമറി ഉണ്ടായിരിക്കുന്നത് പ്രാഥമികമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇറഗുലാരിറ്റീസ് മുഴുവൻ തുടങ്ങിയത് 2018 ഇത് എടുത്തോണ്ട് പോയി അന്നാണ് ഇത് തുടങ്ങിയത്. കാരണം അന്നാണ് ഇത് 40 വർഷത്തെ ഗ്യാരണ്ടീഡ് അദ്ദേഹം എടുത്തുകൊണ്ട് പോയതും. ഒരു കാരണവശാലും ഇതിനകത്ത് മറ്റേ പൂശാനൊക്കത്തില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഉറച്ച ബലമായ വിശ്വാസം അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിച്ച ചെമ്പ്
വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം മറ്റേത് എവിടെയോ ഉണ്ട്. ഈ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ പ്രാഥമികമായി എടുത്തുകൊണ്ട് പോയ സാധനം എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് അന്വേഷണത്തിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പൊ ഞാൻ ആദ്യം മുതൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം ഈ പീഡം കണ്ടെത്തിയതുപോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഡം കണ്ടെത്തിയതുപോലെ എവിടെ നിന്നെങ്കിലും ഇത് കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ കുറ്റം എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മാഫിയ ഏതാണെങ്കിലും അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. ഇത്ര അധികം ദിവസങ്ങൾ കൊടുക്കുകയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് സർവ്വ സന്നാഹങ്ങളോടും കൂടി അന്വേഷിക്കേണ്ടതിന് ഇത്ര അധികം സാവകാശം കൊടുക്കപ്പെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ സുഹൃത്ത്, അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം എൻ്റെ പൂർവാശ്രമത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിലൊരു മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം പൂർവാശ്രമത്തിലെ പാർട്ടിക്കാരുടെ ചെയ്തികളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ പാർട്ടി വിട്ടു പോയിട്ട് കാലം കുറേയായി. മാത്രമല്ല, ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് താങ്കൾ തന്നെ പാർട്ടി നേതാക്കൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പൂർവാശ്രമത്തിലെ അത്യന്തം വിഷലിപ്തമായിട്ടുള്ള വർഗീയ പ്രചരണത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ കത്ത് അയ്യപ്പ സംഗമത്തിൽ വായിച്ച് ഉളുപ്പില്ലാതെ വായിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. അത് മറന്നുകൊണ്ട് താങ്കൾ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കരുത്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇന്ത്യൻ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്കോട്ട്, അദ്ദേഹത്തിൻ്റെ കത്ത് ഇവിടെ നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വായിച്ചതിന് ശേഷം ഇറങ്ങി വന്നിട്ട് എന്നെ പഴയ പാർട്ടിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിലയിരുത്തുമെന്നെങ്കിലും തോന്നണ്ടേ? RSSും CPM-ഉം തമ്മിലിപ്പോൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണെന്നുള്ളത് വേറെ കാര്യം. ഞാൻ അതൊന്നും അതിലേക്കൊന്നും ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. സംഘപരിവാറും CPM-ഉം തമ്മിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നെക്സസ് ഒക്കെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്, ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം എന്താ? ശബരിമലയിൽ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശബരിമലയ്ക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ കോറിയിടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം 2019 നടന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വിസ്മരിക്കാൻ സാധിക്കുക? അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് ജനങ്ങൾ അതൊക്കെ മറന്നു പോകുന്നതാണോ? ജനങ്ങളത് മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് അയ്യപ്പ സംഗമത്തെ ജനങ്ങൾ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. മറ്റൊന്ന്, ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി വേണ്ട. ദേവസ്വം മന്ത്രിയുടെ പണി എന്താ? CPM-മാർക്കും DYFI-കാർക്കും ദേവസ്വത്തിൽ ഈ ക്രമക്കേട് നടത്തി ജോലി കൊടുക്കൽ മാത്രമാണോ ഈ ദേവസ്വം മന്ത്രിയുടെ പണി എന്ന് പറയുന്നത്? ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലേ? ഇവിടെ ഇത്രത്തോളം സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ്? അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? നോക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധന ആഗമ മാർഗം കൂടിയാണ് ദേവസ്വം എന്ന് പറയുന്നത്. കാരണം ശബരിമല തീർത്ഥാടന കാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. കേരളത്തിന്റെ നികുതി ഘടനയിലേക്ക് കാര്യമായി സംഭാവന കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2019 കണ്ടു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രസക്തമാണ്. ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ വേണ്ടി CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഇവിടുന്ന് സ്വർണ്ണപ്പാളികൾ അടക്കമുള്ള കാര്യങ്ങളിലെ മോഷണവും നടക്കുന്നത്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു സംവിധാനം വഴിക്കല്ലല്ലോ പുറത്തു വന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളുടെ കൈകളിലേക്ക് നിങ്ങൾ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എടുത്തു കൊടുത്തു? അത് പറയണ്ടേ? ഇപ്പോഴും പറയുന്നത് എന്താ? ഉദ്യോഗസ്ഥരുടെ ചില പ്രശ്നങ്ങളുണ്ടായി. ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ. ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ദേവസ്വത്തിന് നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള CPM കഴിഞ്ഞ 10 വർഷമായിട്ടിരിക്കുന്ന CPM-മാരായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളുടെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ഇതൊക്കെ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവണ്ടേ? പുറത്തു പറയാൻ തയ്യാറാവണ്ടേ? അപ്പൊ നിങ്ങൾ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാൽ മതിയല്ലോ. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അതിന് പുറത്ത് വേണ്ടല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ദേവസ്വം ബോർഡും വേണ്ട, ദേവസ്വം മന്ത്രിയും വേണ്ടല്ലോ, കുറെ ഉദ്യോഗസ്ഥന്മാർ മതിയല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ദേവസ്വം ബോർഡിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇത് കൃത്യമാണ്. കോഴിക്കോട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് CPM-ന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം പ്രവർത്തിക്കുന്നത് പോലെ കേരളത്തിലെ ദേവസ്വങ്ങൾ കേന്ദ്രീകരിച്ച്, വിശിഷ്യ ശബരിമല കേന്ദ്രീകരിച്ച് CPM-ന്റെ സ്വർണം പൊട്ടിക്കൽ സംഘമുണ്ട്. ആ സ്വർണം പൊട്ടിക്കലാണ് നടന്നിട്ടുള്ളത്. ക്ഷേത്ര മുതൽ കട്ടെടുക്കുന്ന ഒരു പരിപാടി CPM നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദമായിട്ട് അന്വേഷണം വേണം. കേരളത്തിൽ ശബരിമല മാത്രമല്ല, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വത്തുവകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം. നോക്കൂ, ഇവിടെ ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോലും ഇതുപോലെയാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ ഇത്രയൊന്നും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടത്തേക്ക് സ്വത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെയൊക്കെയുള്ള കോടാനുകോടി രൂപയുടെ മൂല്യമുള്ള നമ്മുടെ അവിടുത്തെ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ അയ്യപ്പന്റെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി പോലും വ്യാജമായി ഉണ്ടാക്കാൻ മടിയില്ലാത്തവർക്ക്, ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാത്ത ആളുകൾ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ തോന്നിവാസം കാണിച്ചിട്ടുണ്ടാവുമെന്ന് ഭക്തജനങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ കുറ്റക്കാരൊക്കെ അതിൽ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്കും കോൺഗ്രസ് നീങ്ങാൻ പോവുകയാണ്, UDF നീങ്ങാൻ പോവുകയാണ്. ശരി, ഓക്കെ. അടുത്ത ശങ്കുടിദാസ്, ഇപ്പോൾ നാട്ടിൻപുറത്ത് അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ കളിയാക്കാറുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ അങ്ങനെ വിമർശന ബുദ്ധിയാ വിളിച്ച് കേൾക്കാറുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്നത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്രമക്കേടുണ്ടായതിന് പേരിൽ പുറത്താക്കപ്പെട്ട ആളാണ്. പിന്നീട് ചില സംഭാവനകളൊക്കെ നൽകി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അവിടുത്തെ ഒരു പ്രതിപത്തി പിടിച്ചു പറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ ബാംഗ്ലൂരിൽ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെയാണ് പോയി അന്വേഷിക്കുകയും അവർ തത്സമയം പറയുകയും ഒക്കെ ചെയ്തത്. അതിനിടയിലാണ് ഈ നാട് തോറും നടന്ന് പ്രഗത്ഭമതികളായ ആളുകളുടെ, പണമുള്ള മനുഷ്യരുടെയൊക്കെ വീടുകളിൽ ഇത് മുഴുവൻ നടത്തി പൂജ നടത്തി ഇദ്ദേഹം സമ്പാദിച്ചു എന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നത്. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കാര്യം ചെയ്യില്ലല്ലോ. അപ്പോൾ സ്വന്തം അധീനതയിലല്ലാത്ത ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉരുപ്പടികൾ നാട് മുഴുവനും കൊണ്ടു നടന്ന് അത് പ്രദർശിപ്പിച്ച് പ്രത്യേക പൂജ നടത്തി, സ്പോൺസറാണേ, പൂജ നടത്തി അതിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ പോകുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ശബരിമല അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ നേരത്തെ ശ്രീ CR രാധാകൃഷ്ണനോട് ചോദിച്ചൊരു കാര്യം, ഇത് 40 വർഷത്തെ വാറണ്ടി എന്ന കാര്യം അവിടെ ആർക്കും ഓർമ്മയില്ല. തിരുവാഭരണ കമ്മീഷൻ അങ്ങൊന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കത്തെഴുതി വാങ്ങുന്ന സമയത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് 40 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെലവില്ലാതെ ചെയ്യാൻ കഴിയും എന്ന ബോധവും ബുദ്ധിയും ഇല്ലാത്ത മനുഷ്യരാണോ അവിടെ ഇരുന്നത് നിയന്ത്രിക്കുന്നത്? അല്ല, അവിടെ ഒരു സാങ്കേതികമായിട്ടൊരു പക്ഷേ ഉന്നയിക്കാനുള്ള സാധ്യത, സ്മാർട്ട് ക്രിയേഷൻസ് എൻ്റെ വക്കീൽ മാധ്യമങ്ങളിൽ പറയുന്നത് സ്വർണം അവരെടുക്കില്ല എന്നുള്ളതാണ്. സ്വർണം പുറത്ത് സ്പോൺസർമാർ കൊടുത്തിട്ടുള്ളതാണ്. ഇവർ ഇതിൻ്റെ മുകളിൽ പ്ലേറ്റിംഗ് മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുക്കില്ല, അത് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് 2.5 പവൻ സ്വർണം കുറവ് വന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്, 2019 ദേവസ്വം ഭരിച്ചിരുന്ന ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ഈ ആളുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സ്ഥാപിച്ചിട്ടുള്ളത്? അത് ക്ഷേത്രങ്ങളുടെ സ്വത്തിൻ്റെ മേൽനോട്ടം നടത്താനും അത് സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണല്ലോ. ദേവൻ്റെ സ്വത്ത് മൈനറായിട്ടുള്ള ദേവന് സ്വന്തം രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ദേവൻ്റെ സ്വത്തിൻ്റെ മാനേജർ എന്നുള്ള രീതിയിലുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ആ ദേവസ്വം ബോർഡ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം, അതിൻ്റെ ബേസിക് പർപ്പസ് നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് നിലനിൽക്കാനുള്ള അർഹത? ഈ സംവിധാനം പിരിച്ചുവിട്ടിട്ട് ഇതേപോലത്തെ വല്ല ആളുകളെ ഏൽപ്പിച്ചൂടെ, സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചൂടെ? അവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിൽക്കുമ്പോഴും ചെയ്യുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ കാര്യങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം നടത്താൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രാലയം, ദേവസ്വം മന്ത്രി അദ്ദേഹം 2020-ലും 2021-ലും ശബരിമലയിൽ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് പോയിട്ട് കയ്യിൽ കൊടുത്തിട്ടുള്ള തീർത്ഥം സാനിറ്റൈസർ പോലെ തുടച്ച് നിന്നിരുന്നല്ലോ. തൻ്റെ മുന്നിലിരിക്കുന്നത് ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള മുതൽ പുതിയൊരു മുതൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് രീതിയിലാണ് ദേവസ്വം മന്ത്രി എന്നുള്ള പദവിയിൽ ഇരുന്നിരുന്നത്? അത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം, ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്ത ലംഘനം, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തരത്തിലുള്ള മോണിറ്ററിങ്ങും ഈ പറയുന്ന സംവിധാനം നടത്തിയിരുന്നില്ല. അവിടെ കൺമുന്നിലുള്ള കാര്യങ്ങൾ കട്ടുകൊണ്ട് പോയാൽ പോലും ഇവർ അറിയുമായിരുന്നില്ല. അത് 6 കൊല്ലത്തിന് ശേഷം ഒരു ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത് വരെ ഇതെല്ലാം ഭദ്രമാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇവർ. ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളെ തന്നെ വീണ്ടും ഇതേ സ്വർണ്ണപ്പാളികളുടെ മേൽനോട്ടം നടത്താനും അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനും ഏൽപ്പിക്കാൻ തക്കവണ്ണമുള്ള നേവിറ്റി ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് അഭിമാനത്തിലാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങാന്ന് എനിക്കറിയില്ല. അവർക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല. അവർക്ക് ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? ഇനിയിപ്പോൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ ഇവരും കൂടി ഈ കേസിൽ പ്രതിയാവണ്ടേ? കടകംപള്ളി സുരേന്ദ്രനെതിരെയും പത്മകുമാറിനെതിരെയും കേസെടുത്ത് അന്വേഷണം വേണ്ടേ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു തിരിമറിയല്ലേ ഇത്? ഈ പറയുന്ന കുറ്റം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ മേലെ ചാരി വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനും സുരക്ഷിതരാവാൻ കഴിയും എന്നൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം ഈ സംവിധാനത്തിൻ്റെ മുഴുവൻ അറിവോടും പങ്കാളിത്തത്തോടും അവരുടെ കൂട്ടോടും കൂടിയിട്ടാണ്, അവരുടെ പങ്കാളിത്തത്തോടും കൂടിയിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഞാൻ വേണമെങ്കിൽ ഈ പ്ലേറ്റുകൾ സ്വർണ്ണം പൂശി തരാമെന്നൊരു അപേക്ഷ കൊടുക്കാം. പക്ഷേ ആ അപേക്ഷ പരിശോധിക്കേണ്ടതും അത് അനുവദിക്കേണ്ടതും ഈ സ്വർണ്ണ പ്ലേറ്റുകൾ ഇയാളുടെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുത്തുവിടാൻ തീരുമാനിക്കേണ്ടതും ആരും അനുഗമിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും മാത്രമല്ല ഇത് തിരിച്ചു
കൊണ്ടുവന്ന സമയത്ത് അളക്കാതിരുന്നതും മഹസറിൽ ഇത് ഗോൾഡ് പ്ലേറ്റ് എന്നത് എഴുതാതിരുന്നതും ഇത് കേവലം ചെമ്പാണെന്ന് എഴുതി വെച്ചതും എല്ലാം ഇതൊന്നും ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഇതെല്ലാം ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ തരത്തിലുള്ള അനുഗ്രഹാശിസ്സുകളും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹയർ ലെവലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പിന്തുണ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതില്ലാണ്ട് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ലത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോഴും മീഡിയയ്ക്ക് ബൈറ്റൊക്കെ കൊടുത്ത് നടക്കുകയാണ്. അയാൾക്കെതിരെ പോലും ഒരു കേസ് എടുത്തിട്ട് അയാളെ അകത്താക്കി അയാളെ ചോദ്യം ചെയ്യാനോ അയാൾ ഇപ്പോഴും ഈ സ്വർണ്ണ പ്ലേറ്റ് എവിടെയെന്നുള്ളത് ഇയാൾക്കറിയാലോ. ഇയാൾ കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റ് അല്ലേ ഈ കാണാനില്ല എന്ന് പറയുന്നത്. വിജയ് മല്യ സ്വർണ്ണം പൂശിയിട്ടുള്ള 1999 ഗോൾഡൻ പ്ലേറ്റ്സ് എവിടെ, അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ അദ്ദേഹത്തെ ഈ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം പോലും ഒരു പോലീസിന്റെ ഒരു സംവിധാനം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൽ നിന്ന് ആ വിവരങ്ങൾ കളക്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. ഒരു FIR ഒരു കേസോ ഈ കാര്യത്തിന്റെ മുകളിൽ ഇപ്പോഴും ഇല്ല. ദേവസ്വം മന്ത്രി അന്നത്തെ കാലത്ത് ദേവസ്വം ഞാൻ അങ്ങേലേക്ക് വരാം. അതൊക്കെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ അവരെങ്ങാനും ആയിരിക്കണമായിരുന്നു നമ്മുടെ കേരള പോലീസ് വരി നിന്ന് ഈ കേസ് തെളിയിച്ചേനെ. പക്ഷെ ഇതിപ്പോ പ്രിവിലേജ് ഉള്ള ആളായിപ്പോയി, വലിയ വലിയ സമ്മർദ്ദ ശേഷിയുള്ള ആളായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പരിമിതിയാണ് നമ്മുടെ സംവിധാനത്തിന്. ശ്രീ ഡി സുരേഷ് കുമാർ, അങ്ങ് ഈ വിഷയത്തിൽ ആദ്യമായി ചർച്ചയ്ക്ക് വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. കോടതി ഇതിന്റെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുള്ളൂ എന്നുള്ളതായിരുന്നു അങ്ങയുടെ അന്നത്തെ നിലപാട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് വിഷയങ്ങൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ PS പ്രശാന്തിന് പരാതി കൊടുക്കേണ്ട, ഇത് അന്വേഷിക്കേണ്ട നിലപാടിലേക്ക് വരുന്നു എന്ന നിലയ്ക്ക് ഗൗരവത്തോടെ കേരളം ഈ വിഷയത്തെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്ക് ഈ കാര്യത്തിലൊരു വിശദീകരണം നൽകണമെന്ന് തോന്നേണ്ടതില്ലേ? അല്ല, അതിലേക്ക് വരുന്നതിന് ഒരു നിമിഷം മുൻപ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് CPM ഇക്കാര്യത്തിൽ CPM-മായി ക്ലബ് ചെയ്യുന്നതിന് വേണ്ടി CPM വളരെ മോശപ്പെടുത്തുന്ന ഒരു വാചകം അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് P. കൃഷ്ണപിള്ളയുടെ AKGയുടെ EMSൻ്റെ ചടയൻ ഗോവിന്ദൻ്റെ പ്രസ്ഥാനത്തെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വർണം പൊട്ടിക്കലുമായി അദ്ദേഹം യോജിപ്പിച്ച് വെച്ചത്. എനിക്ക് അദ്ദേഹം ഇപ്പം പ്രതിദാനം ചെയ്യുന്ന K. കരുണാകരൻ്റെ, R. ശങ്കറിൻ്റെ, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ, ഉമ്മൻചാണ്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എനിക്ക് ഉപമിക്കാനുള്ളത് ഭ്രൂണഹത്യാ പ്രസ്ഥാനമെന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അതിന് കുടപിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അത്രമാത്രം മോശപ്പെട്ടിട്ടില്ല CPM, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? 2019 ശബരിമലയെ തകർക്കുന്നതിന് CPM ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2019 ശബരിമലയെ തകർക്കുന്നതിന് CPM ശ്രമിച്ചതിൻ്റെ ജനങ്ങളുടെ പ്രതികരണമാണ് മിസ്റ്റർ 2021 കേരളത്തിൽ 91 നിന്നും 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ആ കാലം നിങ്ങൾ മറന്നു പോകരുത്. അതിനു മുൻപ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ ആർഭാടമെല്ലാം എവിടെ പോയി പര്യവസാനിച്ചു? എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിന്റെ മെറിറ്റോ ഡീമെറിറ്റോ നോക്കാതെ എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയുക, അതിനകത്ത് സർക്കാരിനെ ആക്രമിക്കുക, CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിക്കുക, ആ പാർട്ടിയെ ആക്രമിക്കുക. ഇവിടെ ചോദിച്ച കാര്യം തുടക്കം മുതൽ മാധു എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. തുടക്കം മുതൽ ഞാൻ പറയുന്നു, അതൊരു നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എങ്കിൽ ആ മാൽ പ്രാക്ടീസിന് ഉത്തരവാദിത്വമുള്ള ആളുകൾ ഏത് അന്വേഷണം നടന്നാലും, അതിപ്പോൾ ബഹുമാന്യനായ ജസ്റ്റിസ് KT ശങ്കരൻ്റെ അന്വേഷണമായിരുന്നാലും ശരി, അതിനപ്പുറത്ത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണമായിരുന്നാലും ശരി, ഇനി ഒരുപക്ഷെ വരാനിരിക്കുന്ന കേരളത്തിലെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനങ്ങളുടെയോ അന്വേഷണമായിരുന്നാലും ശരി, ഉപ്പ് തിന്ന ആളുകൾ വെള്ളം കുടിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് കളിക്കാനുള്ള ഇടമല്ല ശബരിമല. ഞാൻ ആവർത്തിച്ചു പറയാം, അധിക കാലം അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറച്ചു വെക്കപ്പെട്ടു. 2019 മുതൽ 2025 വരെ അതൊരു വലിയ കാലയളവല്ലേ? ഇങ്ങനെ അവിടെ ഒരു കൃത്യ നിർവഹണത്തിൽ അങ്ങനെ ഒരു കെടുകാര്യസ്ഥത പ്രശ്നം ഉണ്ടായെന്നുള്ളത് മറച്ചു വെക്കപ്പെട്ടു, ആരും അറിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ ബഹുമാന്യനായ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അവിടുത്തെ സ്ട്രോങ് റൂമും അവിടുത്തെ ലെഡ്ജറുകളും അവിടെ ഉണ്ടായിട്ടുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ചെറിയൊരു തിരിമറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങളോ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ആ അന്വേഷണത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് എന്താണ് നമ്മുടെ പ്രശ്നം? വരട്ടെ, 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ അത് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ ഈ ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് അവിടുത്തെ
സ്വർണ്ണത്തിന്റെ കണക്കെടുക്കാനാണ്. അത് അന്വേഷണത്തിന് വേണ്ടിയിട്ടല്ല. വിജിലൻസ് അന്വേഷണത്തിൽ പരിമിതിയുണ്ട്. അത് അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനമാണ്. അവിടെ കളവ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇത്രയും ദിവസത്തിനുള്ളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിജിലൻസ് ആ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുക എന്നുള്ളതാണ്. ദേവസ്വം അതിൽ പരാതിക്കാരാവേണ്ടതാണ്. അങ്ങനെ പരാതിക്കാരാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ 2019 ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയലേശമന്യേ വ്യക്തമായ പശ്ചാത്തലത്തിൽ അതിന് മറുപടി പറയേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഒക്കെയാണ് എന്ന വിമർശനം സ്വാഭാവികമായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകും. അതിന് എത്ര കാലം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന പരീക്ഷണവും ആകാം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.